കാലങ്ങളായുള്ള നെഞ്ചരിച്ചിലുള്ളവരിൽ അൾസർ പിന്നത്തേതിൽ വരുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ളവരിൽ നെഞ്ചരിച്ചിലുള്ളവരിൽ അൾസർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ മുൻകരുതൽ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ, വയറിൽ പുകച്ചിൽ, ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പുളിച്ചു തീകട്ടുകൾ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും കേൾക്കുക. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കാനായിട്ട് പോകാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുനിഞ്ഞുള്ള ഭാരമുള്ള പണികൾ ഏൽക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം എടുത്തുള്ള പണികൾ ചെയ്യുക. ഇങ്ങനെയുള്ള പ്രവണതകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലെ വയറിൽ ദഹനം നടക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുനിയുകയോ അപ്പം തന്നെ പോയി കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ വയറിലുള്ള ദഹനരസങ്ങൾ മേളിലോട്ട് കയറി വന്ന് അന്നനാളത്തിൽ ഇതുപോലെ എരിച്ചിലും പുകച്ചിലും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആദ്യത്തെ സമയത്ത് നീർക്കെട്ടുണ്ടാക്കുകയും പിന്നത്തേതിൽ ഒരു അൾസറായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ ഭക്ഷണം കഴിക്കുന്ന ഉടനെ തന്നെ കിടക്കുന്നതും ഭാരമുള്ള പണികൾ ചെയ്യുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. വെള്ളം കുടിക്കണ്ട എന്നല്ല, 1-2 സിപ്പ് വെള്ളം നമുക്ക് കുടിക്കാം. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് കുടിക്കാം. പക്ഷേ ധാരാളം വെള്ളം കുടിക്കുന്നത് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ ഒഴിവാക്കുക. ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം എങ്കിലും ഇതുപോലെ ധാരാളം വെള്ളം കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അത് ചെയ്യാതിരിക്കുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മദ്യപാനം, പുകവലി. ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളവർ, നിങ്ങൾക്ക് നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പുകവലി, മദ്യപാനവും നിങ്ങൾക്ക് അതിന്റെ തീവ്രത കൂട്ടുകയും പിന്നത്തേതിൽ അൾസർ ആക്കാനുള്ള സാധ്യതയും ഉണ്ട്. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ വറുത്തതും പൊരിച്ചതും അതുപോലെ കരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, വളരെ എരിവടങ്ങിയ ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അതൊക്കെ കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നെഞ്ചരിച്ചിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കൂടുവാനും പിന്നത്തേതിൽ അൾസറായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദീർഘനേരം ഇരുന്നുള്ള ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ദീർഘനേരം ഇരുന്ന് വണ്ടി ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. 1 മണിക്കൂറിൽ കൂടുതൽ ദീർഘയാത്ര ചെയ്യുവാനോ അല്ലെങ്കിൽ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുവാനോ പാടില്ല. കാരണം അങ്ങനെ കൂടുതൽ നേരം ഇരിക്കുന്ന സമയത്ത് അടിവയറ്റിൽ ഇതുപോലെ സമ്മർദ്ദം കൂടുകയും അതുകൊണ്ട് തന്നെ ദഹനരസങ്ങൾ മേളിലോട്ട് അന്നനാളത്തിലേക്ക് കയറി വരികയും അത് നെഞ്ചരിച്ചിലേക്കും പിൽക്കാലത്ത് അൾസറിലേക്കും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ ഇറുകിയതും വളരെ ടൈറ്റ് ആയിട്ടുമായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വയറ്റിൽ സമ്മർദ്ദം കൂട്ടുകയും അതുകൊണ്ട് തന്നെ ദഹനരസങ്ങൾ മേളിലേക്ക് കയറി വരാൻ, അന്നനാളത്തിലേക്ക് കയറി വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നെഞ്ചരിച്ചിലുള്ളവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അൾസറോ ബുദ്ധിമുട്ടിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്.